ദ ജേർണലിസ്റ്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ അടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണാതെ പോയ, അല്ലെങ്കിൽ കണ്ടിട്ടും പറയാതെ പോയ ഒരു സുപ്രധാന വിഷയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പും കേരളം ഏറെ ചർച്ച ചെയ്ത സാമ്പത്തിക തട്ടിപ്പായ സേവ് ബോക്സ് തട്ടിപ്പ് നടത്തിയ സ്വാത്തിക് റഹീമും തമ്മിലുള്ള ദുരൂഹ ബന്ധത്തിന്റെ തെളിവുകൾ ഒന്നൊന്നായി ദ ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിടുകയാണ്. തട്ടിപ്പ് കമ്പനിയായ സേവ് ബോക്സിന്റെ സൂത്രധാരൻ സ്വാത്തിക് റഹീമും ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പും കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ നിർണായക രേഖകളും മറ്റു വിശദാംശങ്ങളും ദ ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയമോപദേശം ലഭിച്ച ശേഷം ഇതാ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 10,20,00,000 രൂപയാണ് സേവ് ബോക്സ് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കെ സ്വാത്തിക് റഹീം, ICL ഫിൻകോർപ്പ് ഉടമ KG അനിൽകുമാർ, ഭാര്യയും ഡയറക്ടറുമായ ഉമ അനിൽകുമാർ, ICLന്റെ ഉപകമ്പനികൾ, ഒപ്പം മറ്റ് ഡയറക്ടർമാർ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചത്. ഈ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അന്ന് രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പാണ് ദ ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ജനങ്ങൾക്ക് വേണ്ടി പുറത്തുവിടുന്നത്. നോക്കുക, ICL ഫിൻകോർപ്പ്, ICL CMD KG അനിൽകുമാർ, ഭാര്യയും ഡയറക്ടറുമായ ഉമ അനിൽകുമാർ തുടങ്ങിയവരൊക്കെ ഈ കേസിൽ പ്രതികളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും പ്രതികളുടെ പേരും വിവരങ്ങളും ഞാൻ വായിക്കാം. ICL മെഡിലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഒന്നാം പ്രതി. കിച്ചാപ്പൂസ് എന്റർടൈൻമെന്റ്, സണ്ണി ജോസഫ് താന്നിക്കോട്ട്, സാമ്രാജ് മനോഹരൻ, ശ്രീനിവാസകൻ മുത്തുരാജു, സർമാക് ബിൽഡേഴ്സ് ലിമിറ്റഡ്, സാബു കൊടുമ്പിലപ്പറമ്പിൽ വർഗീസ്, രാജീവ്, ICL നിധി ലിമിറ്റഡ്, ICL ഫിൻകോർപ്പ് ലിമിറ്റഡ്, സ്നോവ്യൂ ടെക്സ് കളക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നടരാജൻ, സജീഷ്, ഷിൻഡോ സ്റ്റാൻലി, വിൽസൺ, സുധാകരൻ, ഉമാദേവി, അനിൽകുമാർ എന്നിവരാണ് ഇതിൽ പ്രതികൾ. തട്ടിപ്പുകാരനായ സ്വാത്തിക് റഹീമിനെ ICL ഫിൻകോർപ്പിന്റെ ഡയറക്ടറാക്കാമെന്ന വാഗ്ദാനവും KG അനിൽകുമാറും സംഘവും നൽകിയിരുന്നതായി ഈ FIRൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത് രേഖാമൂലം വാങ്ങിയ പണമാണ്. അക്കൗണ്ടുകളിലൂടെ അല്ലാതെ ICLലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സേവ് ബോക്സിൽ നിന്ന് എത്ര കോടികളുടെ തട്ടിപ്പ് പണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യപ്പെട്ടു. അതിൻ്റെ നിർണായക രേഖകളാണിത്. ഇതിൽ നോക്കുക, വാദത്തിനൊടുവിൽ ഈ കേസ് കോടതി ക്വാഷ് ചെയ്തതല്ല, നേരെ മറിച്ച് സ്വാത്തിക്കുമായി അനിൽകുമാറും സംഘവും കേസ് സെറ്റിൽ ചെയ്തതാണ്. അത് ഈ ഹൈക്കോടതി രേഖയിൽ വ്യക്തവുമാണ്. ഇരു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്നും ഇരുവരും അത് പരിഹരിച്ച് ധാരണയിലായെന്നും അനിൽകുമാറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതായി ഇതിൽ വ്യക്തമായി കാണാം. ഒരു ബന്ധവുമില്ലാത്ത രണ്ടു പേർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് സെറ്റിൽമെന്റ് ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥം സേവ് ബോക്സ് തട്ടിപ്പ് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ICLും അനിൽകുമാറും ഭാര്യ ഉമ അനിൽകുമാറും അടങ്ങുന്ന സംഘവും സ്വാത്തിക് റഹീമുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എങ്കിൽ കേസിനെ നിയമപരമായി നേരിടാതെ എന്തിനാണ് സ്വാത്തിക്കുമായി ചേർന്ന് ഈ കേസ് KG അനിൽകുമാറും സംഘവും സെറ്റിൽമെന്റ് ചെയ്തത്? ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ പലരും ചിലപ്പോൾ ഈ വാദമുഖങ്ങൾ ഉയർത്തിയേക്കാം. ഇത് വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ലേ, രേഖാമൂലം പണം വാങ്ങിയത് പ്രശ്നമായപ്പോൾ തിരിച്ചു കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തതല്ലേ, പിന്നെന്താണ് പ്രശ്നമെന്ന്. അതിനുള്ള മറുപടിയായാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ കാണാതെ പോയ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ദ ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിടുന്നത്. നോക്കുക, സേവ് ബോക്സ് തട്ടിപ്പിലെ മുഖ്യപ്രതിയായ സ്വാത്തിക് റഹീമിനൊപ്പം സേവ് ബോക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നത് ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാറാണ്. സേവ് ബോക്സ് തട്ടിപ്പ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നടൻ ജയസൂര്യക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത്. മാധ്യമങ്ങളും ജയസൂര്യയിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. സ്വാത്തിക് റഹീമിൽ നിന്ന് 39 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നതും തട്ടിപ്പ് കമ്പനിക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന വിധത്തിൽ അവരുടെ പരസ്യത്തിൽ അഭിനയിച്ചു എന്നതുമൊക്കെയായിരുന്നു ജയസൂര്യക്കെതിരായ കുറ്റങ്ങൾ. അതിൻ്റെ പേരിൽ
ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ 10 കോടിയിൽ പരം രൂപ സ്വാത്തിക്കിൽ നിന്ന് കൈപ്പറ്റുകയും സേവ് ബോക്സ് എന്ന തട്ടിപ്പ് കമ്പനിയുടെ പ്രൊമോട്ടറെ പോലെ ആ കമ്പനിക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ ഇടപെടുകയും ചെയ്ത ICL ഫിൻകോർപ്പിന്റെ CMD KG അനിൽകുമാറും സംഘവും എങ്ങനെയാണ് കേസുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും രക്ഷപ്പെട്ടത്? സേവ് ബോക്സിന്റെ അടയാളമായ പണപ്പെട്ടിയിൽ സ്വാത്തിക്കിനൊപ്പം കൈമുദ്രയടക്കം പതിപ്പിച്ച് സ്വന്തം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പോലെ വിളക്കു തെളിയിക്കാനും സ്വാത്തിക്കിനെ കെട്ടിപ്പിടിച്ച് ബൂസ്റ്റ് ചെയ്യാനുമൊക്കെ അനിൽകുമാർ ഓടി നടന്നത് എന്തിനു വേണ്ടിയാണ്? ചുരുക്കി പറഞ്ഞാൽ സേവ് ബോക്സ് തട്ടിപ്പിൽ ജയസൂര്യ മാത്രമാണ് ബലിയാടായത്. വമ്പൻ സ്രാവുകൾ വല പൊട്ടിച്ച് പുറത്തുപോയി എന്നു തന്നെ കരുതേണ്ടി വരും. സ്വാത്തിക്കും അനിൽകുമാറും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2019 സ്വാത്തിക് സേവ് ബോക്സിന്റെ തൃശ്ശൂരിലെ ആദ്യ ഓഫീസ് ആരംഭിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനം സെലിബ്രിറ്റികൾക്ക് നടുവിൽ നിന്ന് റിബൺ മുറിച്ച് നടത്തിയതും KG അനിൽകുമാർ തന്നെയാണ്. ഈ തെളിവുകളെല്ലാം അനിൽകുമാറിനെ കാണിച്ച് ഞാൻ നേരിട്ട് ആദ്യം വിശദീകരണം ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ അനിൽകുമാർ തയ്യാറായിരുന്നില്ല. പിന്നീട് വാട്സാപ്പിൽ ഒഫീഷ്യലായി വിശദീകരണം ചോദിച്ചുവെങ്കിലും അദ്ദേഹം ഇതുവരെയും അതിനോട് പ്രതികരിച്ചിട്ടുമില്ല. എന്തിനാണ് KG അനിൽകുമാർ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്? അതിൽ തന്നെ ദുരൂഹതകൾ ഏറെയുണ്ട് എന്ന് കരുതേണ്ടി വരും. സേവ് ബോക്സ് തട്ടിപ്പ് ആരംഭിച്ച ശേഷം ICL ഫിൻകോർപ്പിനും CMD KG അനിൽകുമാറിനും ഭാര്യ ഉമ അനിൽകുമാർ അടക്കമുള്ള മറ്റ് ഡയറക്ടർമാർക്കും ഇവരുടെ മറ്റു സ്ഥാപനങ്ങൾക്കും സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഇവരുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം.